വിഷയത്തിനും നമുക്ക് സൗമ്യത ഉണ്ടാകും, ക്ഷമയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവുമായിട്ട് അതിന് ബന്ധമുണ്ടാകുന്ന ഒരു നിർബന്ധവും ഇല്ല. അത് നിങ്ങളുടെ മാനുഷികമായ പ്രകൃതിയായിരിക്കാം. പക്ഷേ പരിശുദ്ധ അമ്മ നിറവേറ്റുന്ന ഒരു സൗമ്യത എന്ന് പറയുന്നത് സുവിശേഷ വിഹിതമാണ്. നിങ്ങൾ സൗമ്യത കാണിച്ചാൽ ആ സൗമ്യത നിങ്ങളുടെ അപ്പൂപ്പന്മാരുടെ കാലത്ത് ശാന്തപ്രകൃതിയുള്ളവരായിരിക്കും. ഗാന്ധിക്ക് എന്താ കുഴപ്പം? ഗാന്ധിക്ക് എന്താ? ലോകത്തിലെ ഏറ്റവും സൗമ്യനായ മനുഷ്യൻ ഗാന്ധിയാണെന്ന് ഞാൻ പറയത്തുള്ളൂ. അടി കൊണ്ടിട്ടും ആ മനുഷ്യൻ്റെ അങ്ങനെ ചവിട്ടിയില്ലേ സൗത്ത് ആഫ്രിക്കയിൽ വെച്ച്, അതും സൗമ്യതയാണ്. പക്ഷെ അതും സുവിശേഷ സൗമ്യയും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താ കാര്യം? അത് ഒരു മനുഷ്യൻ്റെ സ്വാഭാവികമായ പച്ചക്കറിയൊക്കെ തിന്ന് കഴിയുമ്പോൾ, ഇറച്ചിയൊന്നും തന്നെ കഴിക്കുമ്പോൾ ശരീരത്തിൽ തണുപ്പുള്ള ആൾക്കാർക്ക് സ്വാഭാവികമായ സൗമ്യതയുണ്ട്. അതൊന്നും കൃപയൊന്നുമല്ല. സൗമ്യത എന്ന് പറയുന്നത് ഒരു ദൈവം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോഴേ വഴികൾ അറിയണം. ദൈവം വരപ്രസാദം നിറക്കാനും ദൈവം എന്നിൽ വസിക്കാനും വേണ്ടിയാണ് ദൈവം എൻ്റെ പെരുമാറ്റത്തെ ക്രമീകരിച്ചുകൊണ്ട് ദൈവം ആത്മാവിൻ്റെ ദാനങ്ങൾ നൽകിക്കൊണ്ട് ഫലങ്ങൾ നൽകിക്കൊണ്ട് എന്നെ സൗമ്യനാക്കുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഇതാണ് ദൈവത്തിൻ്റെ ലക്ഷ്യമെങ്കിൽ ദൈവത്തിന് എന്നെ